നമ്മൾ എന്തിനാണെന്നേ ഒരു രാഷ്ട്രീയ നേതൃത്വം തിരഞ്ഞെടുക്കുന്നത്? രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സംവിധാനമാണ്. അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് കേന്ദ്രമന്ത്രിയും എം പിയും എം എൽ എ ആയും അവിടെ ഇരുത്തുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഇരുത്തുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിൽ ഒറ്റക്കെട്ടായിട്ട് വിഷുവുരുവായി നിന്നുകൊണ്ട് അത് എങ്ങനെ പറയുകയാണ്, അത് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണെന്ന് വായിക്ക് വാങ്ങാൻ ധാരാളം സംവിധാനത്തിൽ പറഞ്ഞാൽ പോരല്ലോ. പറയുന്ന സമയങ്ങളിലൊക്കെ എന്താണ് പറയുന്ന സമയങ്ങളിൽ ഒറ്റക്കെട്ടാണോ എന്ന് ചിന്തിക്കണം. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഭിന്നിപ്പ് നടത്തുന്നുണ്ടോ ചിന്തിക്കണം. ഭിന്നിപ്പിച്ച് ഭരിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടിച്ചെടുക്കുക. എന്നിട്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത്, ജോസഫ് മാഷിൻ്റെ കാര്യം പറയുന്നത് അതുകൊണ്ടാണല്ലോ. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടുപ്പിച്ചിട്ട് അതിൽ നിന്ന് ഈ എന്താണ് ക്ഷീരമുള്ളവർ അവിടെയും ചൂടിലും കൊതുവിന് ചോര തന്നെ കൗതുകം എന്ന് പറഞ്ഞ പോലെയാണ്. അവിടെ അതിൽ നിന്ന് എന്തെങ്കിലും ചോര 2% ക്രിസ്ത്യാനികളെ പേടിക്കാന്നേ. 2% ക്രിസ്ത്യാനികളെ പേടിക്കുകയാണ്. എന്നിട്ട് എന്തിനാണ് അവർക്കെതിരെ മതപരിവർത്തനം നടത്തിയിട്ട് വലിയ മാറ്റം ഉണ്ടാക്കുന്നുള്ളത്? എവിടെയാണ് മതപരിവർത്തനം നടത്തുന്നത്? ഏത് രീതിയിലാണ് മതപരിവർത്തനം നടത്തുന്നത്? നേരത്തെ ചർച്ചയിൽ ഒരാൾ പറയുന്നത് കേട്ടു, എന്താണ് നിങ്ങൾ മുസ്ലിങ്ങളുടെ വീട്ടിൽ പോയി പരിവർത്തനം നടത്തണം. മുസ്ലിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ കഷ്ടതയുള്ളത് ഈ പിന്നോക്ക ആദിവാസി വിഭാഗങ്ങളിലാണ്. അവിടെ ചെന്നിട്ടാണ് ഈ മതപരിവർത്തനം നടത്തുന്നത്. അവിടെ ചെന്ന് പരിവർത്തനം അല്ല നടത്തുന്നത്. അവർക്ക് അരി മേടിച്ചു കൊടുക്കും, അവർക്ക് ഭക്ഷണം മേടിച്ചു, അവർ സ്കൂൾ കണ്ടിട്ടില്ല, അവരൊരു വാഹനത്തിൽ കയറിയിട്ടില്ല, ഒരു സിനിമ തിയേറ്ററില്ല. ഈ പറയുന്ന പല മണ്ഡലങ്ങളിൽ സിനിമ തിയേറ്റർ ഇല്ല എന്നുള്ളതാണ്. ഒരു സംസ്ഥാനത്ത് ഒരു സിനിമ തിയേറ്ററുള്ള സംസ്ഥാനമുണ്ടോ? കേരളത്തിൽ ചിന്തിക്കാൻ പറ്റുമോ? 570 മൾട്ടിപ്ലക്സും 300 സിനിമ തിയേറ്ററുള്ള സംസ്ഥാനമാണ് കേരളം. അവിടെ ഒരു സംസ്ഥാനത്തെ ഒരു മൾട്ടിപ്ലക്സാണ്.